ഹലോ ആൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ഇന്നത്തെ സെഷൻ നമ്മൾ ചെയ്യുന്നത് CUET എക്സാമിനേഷന് വന്നിട്ടുള്ള ബയോളജിയിലുള്ള ഒരു സെക്കൻഡ് ഇയർ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം CUET എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമിനേഷനാണ്. അത് നമ്മൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് എല്ലാവർക്കും അത് എഴുതി ഒരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാനദണ്ഡം ആണ് ഇത് CUET എക്സാമിനേഷൻ. അപ്പോൾ എക്സാമിനേഷൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ എന്താ ലൈൻ ബൈ ലൈൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു നീറ്റ് പ്രിപ്പറേഷന് ഈക്വൽ ആയിട്ടാണ് നമ്മളിപ്പോൾ CUET ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഭാവിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പുതിയ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. To prove theory of mutation, Hugo de Vries used the plant. അപ്പോൾ ഞാനതൊന്നും പറയട്ടെ. ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവല്യൂഷൻ ചാപ്റ്റർ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യും, ഒരു തുടർച്ചയില്ലാത്ത പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ പല കുട്ടികളും പറയും എവല്യൂഷൻ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വലിയ ഒരു കൺസെപ്റ്റ്. എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റ ഉള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ ഐഡിയ മാത്രമേ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കൺസെപ്റ്റിനെ നമ്മൾ ചുരുക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചില പ്രധാനപ്പെട്ട പോർഷൻസ് അത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവർ. അത് ലെങ്ത് കൂടുന്നതുകൊണ്ട് അവരത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അതും കൂടെ എന്താ പറയുന്നത് ചേർത്ത് പറയും. പക്ഷെ അത് ഒരിക്കലും പരീക്ഷയ്ക്ക് വരുന്ന പോർഷൻസ് അല്ല. പക്ഷെ നമുക്ക് അത് ആ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചേർത്തിട്ടാണ് നമ്മളെപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ആദ്യം ആ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. ബ്രീഫ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് പഠിക്കേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഡാറ്റ എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, ഈ ലോകം എങ്ങനെ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് എർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് എങ്ങനെ ഉത്ഭവിച്ചു, ആഫ്റ്റർ ദാറ്റ് ലൈഫ് ഓൺ എർത്ത് എങ്ങനെ സംഭവിച്ചു, ഭൂമിയിൽ ജീവൻ എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെയാണ് ഫോം ചെയ്തത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുറേ തിയറീസ്, ആ തിയറീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അത് വായിക്കുക, അത് മനസ്സിലാക്കുക, മാറ്റിവെക്കുക. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡാർവിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. നമുക്ക് എപ്പോഴും എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് ഡാർവിനെ ഓർത്തേ പറ്റൂ. കാരണം ഡാർവിൻ ഹസ് ബീൻ ഓണേർഡ് ആസ് ഫാദർ ഓഫ് എവല്യൂഷൻ. എന്തുകൊണ്ടാണ് ഡാർവിനെ നമ്മൾ ഫാദർ ഓഫ് എവല്യൂഷൻ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, അതാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ ഓഫ് ദ ചാപ്റ്റർ. അപ്പോൾ ഡാർവിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട വേറൊരു വ്യക്തിയും കൂടി ഉണ്ട് അവിടെ, ആൽഫ്രഡ് വാലസ്. ഓക്കെ, അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കൂട്ടായിട്ടുള്ള പ്രസൻറ്റേഷൻ അത് വെച്ചിട്ടാണ് പിന്നീട് എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ കുറേ കാര്യങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചത്. എങ്ങനെയാണ് പണ്ടുള്ള ജീവികളും ഇന്നത്തെ ജീവികളും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തുകൊണ്ടാണ്, ഡിസിമിലാരിറ്റീസ് എന്തുകൊണ്ടാണ്. അപ്പോൾ പല ടൈപ്പ് എവല്യൂഷൻ നടന്നിരുന്നു. ഏതൊക്കെ ടൈപ്പ് എവല്യൂഷനാണ്? മെയിനായിട്ട് 2 ടൈപ്പാണ്. ഏതൊക്കെയാ? കൺവെർജൻ്റ് എവല്യൂഷൻ ആൻഡ് ഡൈവർജൻ്റ് എവല്യൂഷൻ. അതാണ് അടുത്ത സെക്ഷൻ. പിന്നെ പറയുന്നത് എന്താ? എവിഡൻസസ് ഫോർ എവല്യൂഷൻ. നമുക്ക് എങ്ങനെയാണ് അറിയുന്നത്, അതായത് ഒരു കാലത്ത് ഡൈനോസേഴ്സ് പോലെയുള്ള ജീവികൾ ജീവിച്ചിരുന്നു, അത് തന്നെ പല ടൈപ്പുകൾ ഉണ്ടായിരുന്നു, ആരും ഇതിനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ചിലത് കാർണിവോറസ് ആയിരുന്നു, ചിലത് ഹെർബിവോറസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഫോസിൽ എവിഡൻസസ് നമുക്ക് കിട്ടിയിരിക്കണം, ആണല്ലോ. അങ്ങനെയുള്ള ഫോസിൽ എവിഡൻസ്, അതായത് പാലിയന്റോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു സംഭവമാണ് അത്. സ്റ്റഡി ഓഫ് എവല്യൂഷൻ ബേസ്ഡ് ഓൺ ഫോസിൽസ്, റൈറ്റ്. അങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ പാസ്റ്റിനെ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പുറകിലേക്ക് പോവുകയാണ്. കാലഘട്ടത്തിൻ്റെ പുറകിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് 2 പേജിലായിട്ട്. എന്തൊക്കെയാണ്? പാലിയോസോയിക് ഇറ, മീസോസോയിക് ഇറ, സീനോസോയിക് ഇറ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എപ്പോഴും നമ്മൾ താഴെന്ന് മുകളിലേക്കാണ് പറയേണ്ടത്, മുകളിൽ താഴേക്കല്ല. കാരണം മുകളിലുള്ളതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടം,
താഴെയുള്ളത് പ്രിമിറ്റീവ് കാലഘട്ടമാണ്. അപ്പോൾ അതിൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് കാലഘട്ടത്തിൽ ഏത് ജീവികൾ അല്ലെങ്കിൽ ഏത് ടൈപ്പ് പ്ലാന്റ്സ് ജീവിച്ചിരുന്നു. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നമ്മുടെ ബുക്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഏതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് മാമൽസ്, പിന്നെ റെപ്റ്റൈൽസ് എവിടെ നിന്നാണ് ഇവോൾവ് ചെയ്തത്, ആംഫീബിയൻസ് എവിടെ നിന്നാണ് ഇവോൾവ് ചെയ്തത്, ഇങ്ങനെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന കുറേ ഡാറ്റകളാണ് പിന്നീട് നമ്മുടെ ബുക്കിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡാറ്റ മാത്രം വേറെ എഴുതി വെച്ചിട്ട് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കാം. ആൻഡ് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, എങ്ങനെ ഹ്യൂമൻ ബീയിങ്സ് വന്നു ഭൂമിയിലോട്ട്, എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് വളരെ ഡിഫറെൻറ്റ് കാലഘട്ടങ്ങളിൽ പല രൂപങ്ങളിൽ അവസാനം നമ്മൾ ഈ ഒരു രൂപം ആയിട്ടോ ഹ്യൂമോസാപ്പിയൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ നമ്മുടെ പൂർവികന്മാരുടെ ബ്രെയിൻ കപ്പാസിറ്റി എങ്ങനെയാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പിന്നെ അഗ്രികൾച്ചർ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ എവിഡൻസസുമാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓഫ് എവല്യൂഷൻ പഠിക്കുന്നുണ്ട്. അതായത് ഡാർവിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ മോഡേൺ ജെനറ്റിക്സിൻ്റെ രൂപത്തിൽ പഠിക്കുകയാണ്. അതിലൊരെണ്ണമാണ് ഏത്, ഈ മ്യൂട്ടേഷൻ തിയറി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡാർവിൻ്റെ കാലഘട്ടം എന്താണ്, 1800s അല്ലെങ്കിൽ 1850s ഡാർവിൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ സമയത്ത് നമുക്ക് മൈറ്റോസിസോ മിയോസിസോ ക്രോമോസോംസോ ജീൻസോ ഇതിനെ പറ്റി യാതൊരു ധാരണയില്ല. മനസ്സിലായോ? അപ്പോൾ ഡാർവിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് ജെനറ്റിക്സ് അഡ്വാൻസ് ചെയ്തതോടുകൂടി നമ്മൾ എന്താ ശ്രമിക്കുന്നത്, ഡാർവിൻ്റെ അതേ കോൺസെപ്റ്റ്സ് പുതിയ ന്യൂ വിഷൻ ഓഫ് ജെനറ്റിക്സിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനെ നമ്മൾ മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ എന്നോ അല്ലെങ്കിൽ നിയോ ഡാർവിനിസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണത്, മ്യൂട്ടേഷൻ തിയറി. സോ വാട്ട് ഈസ് ദിസ് മ്യൂട്ടേഷൻ തിയറി? മ്യൂട്ടേഷൻ തിയറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മ്യൂട്ടേഷൻ ഇസ് സഡൻ ചേഞ്ച് ദാറ്റ് ഈസ് ഹാപ്പനിങ് ടു ജീൻസ്, അല്ലേ? ജീനുകൾക്ക് പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ മ്യൂട്ടേഷൻ കൊണ്ടാണോ എവല്യൂഷൻ സംഭവിക്കുന്നത്? ആണ്, മ്യൂട്ടേഷൻ കൊണ്ടാണ് എവല്യൂഷൻ സംഭവിക്കുന്നത് എന്നാണ് ആരുടെ അഭിപ്രായം? നമ്മളുടെ ഹ്യൂഗോ ഡീവറീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ അഭിപ്രായമാണ് എന്ത്, ഇവല്യൂഷൻ ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻ. ഓക്കെ, അതിനു വേണ്ടി അദ്ദേഹം, അപ്പോൾ അതിൻ്റെ എന്താ വ്യത്യാസം, എന്താ ഡാർവിൻ പറഞ്ഞതും ഇദ്ദേഹം പറഞ്ഞതായിട്ടുള്ള വ്യത്യാസം എന്താണ്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, പക്ഷെ ഡാർവിൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡാർവിൻ പറഞ്ഞിരിക്കുന്നത് പരിണാമം എന്ന് പറയുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്നത് ഒരുപാട് സമയമെടുത്തിട്ടാണ്. ഇറ്റ് ഈസ് വെരി സ്ലോ ആൻഡ് ഗ്രാജുവൽ. അവിടെ തന്നെ കോൺഫ്ലിക്റ്റ് വന്നു, കണ്ടോ? ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണ് പറയണേ, മ്യൂട്ടേഷനിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ചിലപ്പോൾ ചില ഓർഗൻസിന് ഡെവലപ്മെന്റ് സംഭവിക്കാം, ചിലപ്പോൾ ചില ഓർഗൻസ് ഡിഫോംഡ് ആയിട്ട് വരാം. ഓക്കെ, പക്ഷേ ഡാർവീനിയൻ കൺസെപ്റ്റിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും, എന്താ, സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലോട്ട് ഒരു ട്രെൻഡാണ് അത് കാണിക്കുന്നത്. സിമ്പിൾ ഫോം ഓഫ് ഓർഗനൈസേഷനിൽ നിന്ന് ഒരു കോംപ്ലക്സ് ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ടും പ്രിസൈസ് ആയിട്ടും ചെയ്യുന്ന രീതിയിലുള്ള ടിഷ്യൂ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും പുതിയ സിസ്റ്റംസ് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് ഡാർവിൻ പറഞ്ഞു തന്നിട്ടുള്ളതെങ്കിൽ, മ്യൂട്ടേഷൻ തിയറി പറയുന്നത് എന്താണ്, ഉണ്ടാവുക മാത്രമല്ല ചിലപ്പോൾ ഉള്ളത് തന്നെ ഇല്ലാണ്ടും ആവാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയുള്ള ചില കോൺഫ്ലിക്റ്റുകൾ ഈ ഒരു തിയറിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, മ്യൂട്ടേഷൻ തിയറി ഈസ് ഓൾസോ എക്സ്പ്ലെയിനിങ് ദ കോൺസെപ്റ്റ് ഓഫ് എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡാർവിൻ പറഞ്ഞ പോലെയല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, കേട്ടോ? ഇവിടെ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ, എന്താ, ടു പ്രൂവ് ദ തിയറി ഓഫ് മ്യൂട്ടേഷൻ ഹ്യൂഗോ ഡീവറീസ് അദ്ദേഹം ഏത് ചെടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്, ഏത് പ്ലാന്റ് ആണ്, സ്നാപ് ഡ്രാഗൺ, ഈവനിങ് പ്രിംറോസ്, ഡോഗ് ഫ്ലവർ, പൈസം സറ്റൈവം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെന്റൻസ് ഉണ്ട്, എന്താണ്, ഈവനിങ് പ്രിംറോസിലുള്ള എക്സ്പെരിമെന്റ്സിലൂടെയാണ് ഇദ്ദേഹം ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വിൽ ബി, ഏതാണ് നമ്മുടെ ആൻസർ വിൽ ബി ഈവനിങ് പ്രിംറോസ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത്, which of the following is not an example of adaptive radiation? Adaptive radiation എന്താണ്? നമ്മളുടെ ഡാർവിൻ്റെ കോൺസെപ്റ്റ് ആണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ തിയറി കുറച്ച് തിയറിയും കൂടെ പറഞ്ഞ് നമുക്ക് പോകാൻ ശ്രമിക്കാം. മുഴുവൻ പറയാനുള്ള ടൈം നമുക്ക് എന്തായാലും ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്താണ് ഡാർവിൻ്റെ കൺസെപ്റ്റ്, എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസ് ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയകളിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ന ഹ്യൂമൻ ബീങ്സ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്സ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് താമസിക്കാൻ പോകുന്നു. ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ട് താമസിക്കാൻ പോകുന്നു. ആ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്,
കൂടുതൽ വാട്ടർ ആണ് അവിടുത്തെ സോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് താമസിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡിന്റെ സോഴ്സ് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. സോ നമുക്ക് നിർബന്ധമായിട്ടും വെള്ളത്തിന്റെ താഴെ പോയിട്ട് എന്തെടുക്കണം? ഭക്ഷണം തേടി കണ്ടുപിടിക്കണം. അപ്പൊ ആർക്ക് അത് ചെയ്യാൻ പറ്റുന്നോ അവർ സർവൈവ് ചെയ്യും, മറ്റുള്ളവർ മരിച്ചു പോകും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് പോകുന്ന ഒരു കൂട്ടം ആളുകളിൽ കുറെ പേര് സർവൈവ് ചെയ്യും, കുറെ പേര് മരിച്ചു. ആരാ സർവൈവ് ചെയ്യാം? ദോസ് ഹു ക്യാൻ ഫൈൻഡ് ദ സോഴ്സ് ഓഫ് ഫുഡ് ഇൻ ദ ന്യൂ ഹാബിറ്റാറ്റ്. ആ പുതിയ ഹാബിറ്റാറ്റിൽ ആർക്കാണോ കറക്റ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഭക്ഷണം കണ്ടുപിടിച്ച് അതിനോട് അവിടെയുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് അവിടെ റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആർക്കാണോ പറ്റുന്നത് അവരവിടെ സർവൈവ് ചെയ്യും, മറ്റവർ മരിച്ചു പോകും. മനസ്സിലായോ? ഇത് ഏതാണ്ട് ഒരു 1 മില്യൺ കൊല്ലം കഴിഞ്ഞാൽ, 1-2 അല്ല ഞാൻ പറയുന്നത്, ഒരു 1 മില്യൺ കൊല്ലം കഴിഞ്ഞാൽ what do you think? ഇവിടുന്ന് പോയ ആൾക്കാർ പോലെ ആയിരിക്കുമോ അവിടെ ഇപ്പൊ കാണുന്ന ആൾക്കാർ? ഒരു 1 മില്യൺ കൊല്ലം കഴിഞ്ഞുള്ള ആൾക്കാർ ഒരിക്കലും അല്ല. കാരണം എന്താ? അവർക്ക് പതുക്കെ പതുക്കെ മാറ്റങ്ങൾ സംഭവിച്ച് എന്ത് മാറ്റങ്ങളാണ് അവർക്ക് സംഭവിക്കുക? എവിടെയാണോ അവർ താമസിക്കുന്നത് അവിടേക്ക് ഉതകുന്ന രീതിയിലുള്ള, അവിടേക്ക് ഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവിടെ ഞാൻ പറഞ്ഞു അക്വാട്ടിക് ഹാബിറ്റാറ്റ് ആണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും അവിടെ സ്വിമ്മിങ്ങിനുള്ള കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തേ പറ്റൂ, അല്ലേ? കൈയിൻ്റെ ഫിംഗേഴ്സിൻ്റെ ഇടയിൽ സ്കിൻ നീണ്ടു വന്നിട്ട് പാഡിൽസ് പോലെ ഫോം ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ഹോൾ ബോഡിയിൽ സ്കെയിൽസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള വാട്ടർ ലൈഫിന്, അക്വാട്ടിക് ലൈഫിന് ചേരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ അവിടെ കാണുന്ന ഓർഗാനിസം, ഞാൻ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 1 മില്യൺ കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം പറയണേ, അവിടെ കാണുന്ന ഓർഗാനിസംസ് പഴയ ഹ്യൂമൻ ബീങ്സിന്റെ പോലെ ആയിരിക്കും രൂപത്തിൽ? അല്ല, അവർ ഡെഫിനറ്റ് ആയിട്ട് ഒരു രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവും. മോർഫോളജിക്കലി ദേ വിൽ ബി ഡിഫറെന്റ്. ആൻഡ് വൈ ദേ ആർ ഡിഫറെന്റ്? ബിക്കോസ് ദേ ഹാവ് ടു അഡാപ്റ്റ് ടു എ ന്യൂ എൻവിറോൺമെന്റ്, അല്ലെ? പുതിയ ഒരു ഹാബിറ്റാറ്റിലോട്ട് അവര് അഡാപ്റ്റ് ചെയ്ത് വളരണം. ഗോട്ട് ഇറ്റ്? ഇനി വേറൊരു കാര്യം പറയാം. നമ്മൾ ഹ്യൂമൻ ബീങ്സ്, റൈറ്റ്? ഒരു ഗ്രൂപ്പ് അക്വാട്ടിക് ഫോം ഓഫ് ലൈഫിലോട്ട് പോയപ്പോൾ വേറൊരു ഗ്രൂപ്പ് ഡെസേർട്ട് പോലെയുള്ള സ്ഥലങ്ങളിലോട്ടാണ് താമസിക്കാൻ പോയത്, മൈഗ്രേറ്റ് ചെയ്ത് പോയത്. പല റീസൺ കൊണ്ടായിരിക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഡെസേർട്ട് ഉള്ള ഭയങ്കര ചൂടുള്ള ഒരു സ്ഥലത്തോട്ട് പോയി. ഡു യു തിങ്ക് അവിടേക്ക് പോയി എല്ലാവരും സർവൈവ് ചെയ്തിട്ടുണ്ടാവുമോ? ഇല്ല. പക്ഷെ കുറച്ച് പേര് സർവൈവ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? ആ സർവൈവ് ചെയ്ത ആൾക്കാർ അവിടെയുള്ള റിസോഴ്സ് ഉപയോഗിച്ചും കൊണ്ട് അവിടുത്തെ ഹാബിറ്റാറ്റിനോട് എഴുകിച്ചേർന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് അവിടെ റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ ഓഫ്സ്പ്രിങ്സ് ഫോം ചെയ്ത് ഒരു അഗെയിൻ 1 മില്യൺ കൊല്ലം കഴിയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അവരുടെ രൂപത്തിൽ മാറ്റം ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പം ഞാൻ എന്താ പറഞ്ഞേ? നമ്മൾ എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്സ് 2 ജിയോഗ്രഫിക്കൽ ഏരിയയിൽ പോകുന്നു. ഓക്കെ, ഒരു 1 മില്യൺ ഇയർ കഴിയുമ്പോൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണോ പോയത് അതിനോട് സിമിലർ ആവില്ല എന്ന് മാത്രമല്ല, അവിടെ കാണുന്ന നമ്മളുടെ ഡിസെൻഡൻസ് എന്ന് പറയും. ഓക്കെ, അവരും അതുപോലെ തന്നെ ഡെസേർട്ട് ഏരിയയിൽ കാണുന്ന നമ്മുടെ ഡിസെൻഡൻസ്, അവരും തമ്മിൽ യാതൊരു കാഴ്ചയിൽ സിമിലാരിറ്റി ഉണ്ടാവില്ല. സോ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് they have got radiated from the common ancestor. ശരിയല്ലേ? കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഇത് റേഡിയേറ്റ് ചെയ്തു പോകുന്നു. വാട്ട് for adaptation. This is called as adaptive radiation. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. When an organism itself gets adapted to a particular geographical area, there will be diversification. മനസ്സിലായോ? അതൊരു ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ആൻഡ് ഇതിന്റെ എക്സാമ്പിളാണ് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ള എന്താ? ആസ്ട്രേലിയൻ മാർസൂപ്പിയൽ കോമൺ ആൻസസ്റ്ററിൽ നിന്ന് പല രീതിയിൽ, അല്ലെ, പല സ്ഥലത്തോട്ട് പോകുമ്പോൾ എന്താ, എല്ലാം മാർസൂപ്പിയൽസ് ആണെങ്കിലും ചിലത് ഫോക്സിന്റെ പോലെയാണ്, ചിലത് സ്കുരലിന്റെ പോലെയാണ്, ചിലത് ബെയറിന്റെ പോലെയാണ്, ചിലത് കങ്കാരുവിന്റെ പോലെയാണ്. മനസ്സിലായോ? സോ ദേ ആർ ഡിഫറെന്റ്. വാട്ട് for adapting to their particular geographical area. Got it? So this is called as adaptive radiation. അപ്പോൾ വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ. ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽ നമ്മുടെ ആൻസർ അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഗിവൺ ഇൻ അവർ ചാപ്റ്റർ. ഇനി ഫർദർ ഓസ്ട്രേലിയൻ പ്ലാസെന്റൽ മാമൽസ്, അതും എന്തിന് എക്സാമ്പിൾ ആയിട്ടാണ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്? അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ആയിട്ടാണ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും നമ്മുടെ ആൻസർ അല്ല. മോത്ത് ഇൻ ഇംഗ്ലണ്ട്, അത് ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്.
അവിടെ നാച്ചുറൽ സെലക്ഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. കാരണം നോട്ട് ആൻ എക്സാമ്പിൾ അല്ലേ ചോദിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതും കൂടെ നോക്കാം, ഡാർവിൻസ് ഫിഞ്ചസ്. തീർച്ചയായിട്ടും അത് എന്തിന് എക്സാമ്പിൾ ആണ്? അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി മതി. കൺസെപ്റ്റ് പ്ലസ് എക്സാമ്പിൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഓക്കെ, റൈറ്റ്. ഇനി നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ഫാക്ടർ ദാറ്റ് ഡസ് നോട്ട് എഫക്ട് ഹാർഡി-വിൻബർഗ് ഇക്വിലിബ്രിയം. ഞാൻ പറഞ്ഞു മോഡേൺ ഡാർവിനിയൻ കൺസെപ്റ്റിലെ ഒന്നാണ് ഹാർഡി-വിൻബർഗ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ, ഇക്വിലിബ്രിയം. അപ്പോൾ ഹാർഡി ആൻഡ് വീൻബർഗ് രണ്ട് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ ബയോളജിസ്റ്റ്, പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്ന രണ്ട് സ്ഥലത്ത് ഉള്ള വ്യക്തികളാണ്. പക്ഷെ അവരുടെ കോൺസെപ്റ്റുകളൊക്കെ സെയിം ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇതിനെ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവരുടെ അഭിപ്രായ പ്രകാരം ഒരു ഇക്വിലിബ്രിയം സ്റ്റാറ്റസിലുള്ള ഒരു പോപ്പുലേഷൻ ആവണമെങ്കിൽ, ഇക്വിലിബ്രിയം സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു പോപ്പുലേഷൻ ആവണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയ? നമ്പർ വൺ, ഇറ്റ് ഷുഡ് ബി, ദ പോപ്പുലേഷൻ ഷുഡ് ബി റാൻഡംലി മേറ്റിംഗ്. ഓക്കെ, പോപ്പുലേഷൻ ഷുഡ് ബി റാൻഡംലി മേറ്റിംഗ്. ഇതാണ് ഒരു നെസസിറ്റി, ഒരു ആവശ്യകത ഇതാണ്. ഇറ്റ് ഷുഡ് ബി റാൻഡംലി മേറ്റിംഗ്. പിന്നെ certain things should not take place. ചില കാര്യങ്ങൾ ആ പോപ്പുലേഷനിൽ നടക്കാൻ പാടില്ല. എന്തൊക്കെയാണ് നടക്കാൻ പാടില്ലാത്തത്? നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒന്ന് ജീൻ ഫ്ലോ അഥവാ ജീൻ മൈഗ്രേഷൻ, ഓർ ജീൻ മൈഗ്രേഷൻ. പിന്നെ ജനറ്റിക് ഡ്രിഫ്റ്റ്. ദെൻ അടുത്ത കേസ് മ്യൂട്ടേഷൻ. Then next one is recombination, and finally natural selection. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ആ പോപ്പുലേഷനിൽ സംഭവിക്കാൻ പാടില്ല. ആൻഡ് പോപ്പുലേഷൻ ഷുഡ് ബി റാൻഡംലി മേറ്റിംഗ്. ഇതിൻ്റെ ഒരു സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ ഓഫ് 1000 ഇൻഡിവിജ്വൽസ് എടുക്കാമെന്ന് വിചാരിക്കാം. ഒരു പോപ്പുലേഷൻ, അതിൽ നമ്മളൊരു പെർട്ടിക്കുലർ ക്യാരക്ടർ പഠിക്കുകയാണ്. അപ്പം നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം ആ ക്യാരക്ടർ നമ്മൾ പഠിക്കുമ്പോൾ ആ പോപ്പുലേഷനിലെ 2 വ്യക്തികൾ മെയ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദേ റീപ്രൊഡ്യൂസ് ആൻഡ് മേക്ക് ദ ഓഫ് സ്പ്രിങ്സ്. അപ്പോൾ ഈ 2 വ്യക്തികൾ മെയ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ എന്തെങ്കിലും സെലക്ഷൻ ക്രൈറ്റീരിയ സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളിവിടെ ഏത് പോപ്പുലേഷൻ എടുത്താലും, ഹ്യൂമൻ പോപ്പുലേഷൻ ആയിക്കോട്ടെ, ബാക്കി ഏത് ആനിമൽ പോപ്പുലേഷൻ ആയാലും, ഒരു കാരണവശാലും അവരുടെ ഇടയിൽ റാൻഡം മേറ്റിംഗ് നടക്കുന്നില്ല. ഓൾവേസ് ദർ വിൽ ബി എ സെലക്ഷൻ ക്രൈറ്റീരിയ. ഓക്കെ, ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ നമ്മൾ നോർമലി ദ സെലക്ഷൻ ഓഫ് ദ പാർട്ട്നേഴ്സ് വിൽ ബി ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ അല്ലേ. നമ്മൾ പല കാര്യങ്ങൾ നോക്കും, ഇൻ്റലക്ച്വൽ സ്റ്റാറ്റസ് നോക്കും, ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കും, ഫെമിലിയൽ സ്റ്റാറ്റസ് നോക്കും, എന്തോ ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴും ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഒരു മേറ്റിംഗ് പാർട്ട്ണർ നമ്മൾ എടുക്കുന്നത്. അതുപോലെ ആനിമൽസ് ആണെങ്കിലും ഒരു ലയൺ എപ്പോഴും, ഒരു ലയനസ് വിൽ ബി ഓൾവേസ് സെലക്ടിങ് എ സ്ട്രോങ്ങർ മെയിൽ എമംഗ് ദ ടു. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നമ്മൾ മെയിൽ സിംഹങ്ങളൊക്കെ തമ്മിൽ ഡ്യുവൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ, പോരാട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും? ദാറ്റ് ഈസ് എ സെലക്ഷൻ പ്രൊസീജിയർ. ഈവൻ ബേർഡ്സിലുണ്ട് സെലക്ഷൻ. ദ ഫീമെയിൽ ഹാസ് ദാറ്റ് പ്രയോറിറ്റി. ഫീമെയിലാണ് സെലക്ട് ചെയ്യുന്നത് വിച്ച് മെയിൽ ടു ബി ചൂസൺ ഫോർ മേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ പോപ്പുലേഷൻ വേർ റാൻഡം മേറ്റിംഗ് ഈസ് ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു പോപ്പുലേഷനും ഈക്വിലിബ്രിയത്തിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? വാട്ട് ഈസ് ജീൻ ഫ്ലോ ആൻഡ് ജീൻ മൈഗ്രേഷൻ? ജീൻ ഫ്ലോയിൽ ഓർ ജീൻ മൈഗ്രേഷനിൽ പറയുന്നത് നമ്മൾ മനഃപൂർവ്വം പേർപ്പസ്ഫുള്ളി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസ് ആണെങ്കിൽ പറയാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ നമ്മൾ ഡെവലപ്ഡ് കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഫോർ വാരിയസ് പർപ്പസസ്. സ്റ്റഡീസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്കോ US-ലേക്കോ ഒക്കെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് വി ഹാവ് എ പർപ്പസ്. അതേപോലെ തന്നെ ഓർഗാനിസംസ്, ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഡ്വേഴ്സ് എൻവയോൺമെന്റ് കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ഒക്കെ. അതും പർപ്പസ്ഫുള്ളി അവരെന്ത് ചെയ്യുന്നുണ്ട്?
ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്ഥലത്തുള്ള ഓർഗാനിസംസ് അത് പെർമനന്റ് മൈഗ്രേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു കോണ്ടിനെന്റിൽ നിന്ന് വേറൊരു കോണ്ടിനെന്റിലോട്ട് ജീൻസ് ഫ്ലോ ചെയ്യും അല്ലേ? അവിടെ നിന്ന് തിരിച്ചു വരുന്നില്ലേ ഇവര്? മനസ്സിലായോ? സോ ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ. അപ്പോൾ എവിടേക്കാണോ പോകുന്നത് അവിടെ ജീൻസ് കൂടുന്നു, തിരിച്ച് നമ്മളുടെ എവിടെ നിന്നാണോ പോകുന്നത് അവിടെ ജീൻസ് ഏതെങ്കിലും ജീൻസ് എല്ലാം അവിടെ കുറഞ്ഞു പോകും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഏത് ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ. ഇത് സംഭവിക്കില്ല എന്നാണ് പറയുന്നത്, പക്ഷെ അങ്ങനെയല്ല, നമുക്കറിയാലോ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് ദിസ് ഹാപ്പൻസ്. ഇനി അടുത്ത എന്താ? ജെനറ്റിക് ഡ്രിഫ്റ്റ്. ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ചാൻസ് ഈവന്റ്. ഇതും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ഓർഗാനിസം പോകുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമ്മൾ ഇതിന് ഒരിക്കലും മൈഗ്രേഷൻ എന്ന് പറയില്ല. എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ ഉദ്ദേശിക്കാണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, നമ്മൾ വിചാരിക്കാണ്ട് പോവാണ്. ഫോർ എക്സാമ്പിൾ സുനാമി വന്നു. സുനാമി വന്ന് വലിയ തിരമാലകളിൽ പെട്ടിട്ട് കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ഒഴുകിപ്പോയി. അവർ മരിച്ചിട്ടില്ല എങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഐലൻഡിൽ പോയി പിന്നെ അവിടെ താമസിക്കണം അല്ലേ? അവർക്ക് യാതൊരു പരിചയമില്ല, അവിടുത്തെ ഫുഡ് സോഴ്സ് എന്താണെന്നറിയില്ല. അങ്ങനെ ടോട്ടലി ന്യൂ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ പെട്ട് അവിടെ സംഹവ് അവിടെ അഡാപ്റ്റ് ചെയ്ത് അവിടെ ജീവിക്കണം. മനസ്സിലായോ? അത് ഇപ്പോൾ ദാറ്റ് ഈസ് ജെനറ്റിക് ഡ്രിഫ്റ്റ്. അപ്പോൾ ജെനറ്റിക് ഡ്രിഫ്റ്റ് എപ്പോഴും എന്താണ്? ഒരു ചാൻസ് ഫാക്ടറാണ്, ചാൻസ് ഈവൻ്റ് ആണ്, മനഃപൂർവ്വം അല്ലാത്ത ഒരു ട്രാൻസ്ഫർ ഓഫ് ഓർഗാനിസംസ് ആണ്. ഓക്കെ, പക്ഷേ ഈ ജെനറ്റിക് ഡ്രിഫ്റ്റ് എപ്പോഴും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക ആരെയാണെന്നറിയോ? ഫോർ ആൻ ഓർഗാനിസം വിത്ത് സ്മോൾ പോപ്പുലേഷൻ. അതാരപ്പോൾ അങ്ങനെ ഒരു സ്മോൾ പോപ്പുലേഷൻ? ഫോർ എക്സാമ്പിൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അവിടെ മാത്രം കണ്ടുവരുന്ന ചില ട്രൈബൽ പീപ്പിൾ ഉണ്ട്. അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പം അവരുടെ ഉള്ളിലുള്ള ജീനുകൾ അവരുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ, വേറെ പുറത്ത് നമുക്ക് എവിടെയും കാണില്ല. അപ്പോൾ അതിനകത്ത് ഒരുപാട് ജീൻസ്, നമുക്കില്ലാത്ത ഒരുപാട് ജീൻസ് അവർക്ക് ഉണ്ടാവും. പക്ഷേ ഈ സുനാമി പോലെയുള്ളൊരു ഒരു സംഭവം അവിടെ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും? അവിടുന്ന് ഒരു ആകെ ആ ഒരു പെർട്ടിക്കുലർ ട്രൈബിൽ ചിലപ്പോൾ 2000-3000 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് ഒരു 1500 ആള് വാഷ് ഓഫ് ചെയ്ത് പോവാന്ന് വിചാരിക്കുക. തിരമാലയിൽ പെട്ട് വേറൊരു സ്ഥലത്തോട്ട് പോവാണെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? ഡെഫിനറ്റ് ആയിട്ടും അവിടെ ആ ജീനിന്റെ ബാലൻസ് നഷ്ടപ്പെടും. മനസ്സിലായോ? സോ ജെനറ്റിക് ഡ്രിഫ്റ്റ് ഈസ് ആക്ച്വലി എഫക്റ്റിംഗ് ഹൂം? ആരെ എഫക്ട് ചെയ്യണേ? സ്മോൾ പോപ്പുലേഷൻസിനെയാണ് എഫക്ട് ചെയ്യണേ. പിന്നെ എന്താ സംഭവിക്കാൻ പാടില്ലാത്ത? എന്താണ്? മ്യൂട്ടേഷൻ സംഭവിക്കാൻ പാടില്ല. നമുക്കറിയാം ഡെഫിനറ്റ് ആയിട്ടും വൺ ഓർ ദി അതർ റീസൺ മ്യൂട്ടേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ആണ് അതിലും തമാശ, റീകോമ്പിനേഷൻ വരാൻ പാടില്ല എന്ന്. നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ മിയോസിസ് ഉണ്ട്. മിയോസിസ് ഉണ്ടെങ്കിൽ അവിടെ ക്രോസിംഗ് ഓവർ ഉണ്ട്. ക്രോസിംഗ് ഓവർ ഈസ് നത്തിങ് ബട്ട് റീകോമ്പിനേഷൻ. അപ്പോൾ റീകോമ്പിനേഷൻ ഇല്ലാണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, പിന്നെ എന്ത് നടക്കാൻ പാടില്ല? നാച്ചുറൽ സെലക്ഷൻ നടക്കാൻ പാടില്ല. സോ ദാറ്റ് ഓൾസോ വിൽ ഹാപ്പൻ, റൈറ്റ്? പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം നടക്കും വേണം, ബാക്കി പറഞ്ഞ 5 കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ല. ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? മീൻസ് വാട്ട്? ദർ ഈസ് നോ പോപ്പുലേഷൻ ഓൺ ദി എർത്ത് വിച്ച് ഈസ് ഹാവിങ് ദ ഇക്വിലിബ്രിയം സ്റ്റാറ്റസ്. ഇക്വിലിബ്രിയം സ്റ്റാറ്റസുള്ള ഒരു പോപ്പുലേഷനും ഈ ഭൂമിയിലില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു പോപ്പുലേഷനെ പറ്റി പഠിക്കുന്നത്? ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റാൻഡേർഡ് വാല്യൂ. നമ്മൾ എപ്പോഴും ഐഡിയൽ ഗ്യാസിനെ പറ്റി പഠിക്കില്ലേ? അങ്ങനെ ഒരു ഐഡിയൽ ഗ്യാസ് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ അങ്ങനെ പഠിക്കുന്നത്? എന്തിനാ? ആ ഒരു ക്രൈറ്റീരിയ ഓഫ് ക്വാളിറ്റിയിൽ നിന്ന് എത്രത്തോളം മറ്റുള്ള സംഭവങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്നു, അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ, കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇവിടെ പഠിക്കുന്നത്. മനസ്സിലായോ? ഹാർഡി-വീൻബെറി ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഐഡന്റിഫൈ ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് എഫക്ട് ദ ഹാർഡി-വീൻബെറി ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന് എഫക്ട് ചെയ്യാത്തത് ജെനറ്റിക് ഡ്രിഫ്റ്റ് എഫക്ട് ചെയ്യുന്നു, നാച്ചുറൽ സെലക്ഷൻ എഫക്ട് ചെയ്യുന്നു, ജെനറ്റിക് റീകോമ്പിനേഷൻ എഫക്ട് ചെയ്യുന്നു, ജെനറ്റിക് ഇക്വിലിബ്രിയം എഫക്ട് ചെയ്യുന്നില്ല. മനസ്സിലായി? എഫക്ട് ചെയ്യുന്നത് ആരെയാണ്? അപ്പോൾ ഡസ് നോട്ട് എഫക്ട് ഹാർഡി-വീൻബെറി ഇക്വിലിബ്രിയം ഈസ് ജെനറ്റിക് ഇക്വിലിബ്രിയം. ബാക്കിയെല്ലാം എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഐഡന്റിഫൈ ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് എഫക്ട് ഹാർഡി-വീൻബെറി ഇക്വിലിബ്രിയം. ദ സെയിം ക്വസ്റ്റ്യൻ, ഇറ്റ് ഹാസ് ബീൻ റിപ്പീറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പാലിയോൺടോളജിക്കൽ എവിഡൻസസ് ഫോർ എവല്യൂഷൻ റെഫേഴ്സ് ടു. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് പാലിയോൺടോളജിക്കൽ എവിഡൻസ്? ഓഫ് കോഴ്സ് ഫോസിൽസ് ആണ് പാലിയോൺടോളജിക്കൽ എവിഡൻസ്. ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോന്റെ ഡെവലപ്മെന്റ് എവിഡൻസ് തന്നിട്ടുള്ള 2 സയന്റിസ്റ്റുകളാണ്. ആരൊക്കെയാണ് അത്? ഹേക്കൽ, ഏൺസ്റ്റ് ഹേക്കൽ ആൻഡ് വോൺ ബെർ. ഈ 2 സയന്റിസ്റ്റ് ആണ് എന്താ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ വെച്ചിട്ടുള്ള എവിഡൻസ് തന്നിട്ടുള്ളത്. ഹോമോലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് എന്തൊക്കെയാണ്? ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്, ഇറ്റ് റെഫേഴ്സ് ടു comparative morphology and anatomy.
കമ്പാരിറ്റീവ് മോർഫോളജി ആൻഡ് അനാറ്റമി. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവെർജന്റ് എവല്യൂഷൻ ആണോ ഡൈവർജന്റ് എവല്യൂഷൻ ആണോ എന്നെല്ലാം പറയുന്നത് ഇത് വെച്ചിട്ടാണ്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്, പാലിയോഡോളജിക്കൽ എവിഡൻസ് ഇസ് നത്തിങ് ബട്ട് ഫോസിൽസ്. ഭയങ്കര ഈസി ക്വസ്റ്റൻ ആണ് ഇതൊക്കെ. ദെൻ അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ റിസൾട്ട് ഓഫ് വാട്ട്? അനലോഗസ് സ്ട്രക്ചേഴ്സ് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഓർത്ത് വയ്ക്കുക. എ ലീഡ്സ് ടു സി ആൻഡ് ഡി ലീഡ്സ് ടു, തിരിച്ചെഴുതാം, എച്ച് ലീഡ്സ് ടു ഡി. ഓക്കെ, ഐദർ എ സി എന്ന് ആലോചിക്കുക അല്ലെങ്കിൽ എച്ച് ഡി എന്ന് ആലോചിക്കുക. എന്താണ് അനലോഗസ് ഓർഗൻസ് വിൽ റിസൾട്ട് ഇൻ കൺവെർജന്റ് എവല്യൂഷൻ. എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കേണ്ടത്, കൺവെർജന്റ് എന്ന് പറയുമ്പോൾ കാണുന്നത് സിമിലർ ആയിട്ടിരിക്കുക, കാഴ്ചയ്ക്ക് സിമിലാരിറ്റി വരുമ്പോഴാണ് കൺവെർജന്റ് എവല്യൂഷൻ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു റൈമിംഗ് പോലെയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല. എക്സാമ്പിൾ പറയാം, നമ്മൾ വെയിൽ ആൻഡ് ഷാർക്കിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും മീനുകളാന്ന് പറയും, ശരിയല്ലേ? പക്ഷെ വെയിൽ എന്ന് പറയുന്നത് ഒരു ഫിഷ് അല്ല എന്ന് ബയോളജിക്കലി നമുക്കറിയാം. ഇറ്റ്സ് എ മാമൽ, റൈറ്റ്? മാമൽ ആണ്. ഗീവ് ബർത്ത് ടു യങ് വൺ ആൻഡ് ബ്രസ്റ്റ് ഫീഡ് ദം ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം, റൈറ്റ്? ഒരു മാമൽ ആണ് അവർ, ആര്? വെയിൽസ്. പക്ഷെ ഷാർക്ക് അങ്ങനെയല്ല, ഷാർക്ക് സാധാരണ പോലെയുള്ള ഫിഷാണ്. ബട്ട് രണ്ടുപേർക്കും കാഴ്ചയ്ക്ക് വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം ഒരു ഫിഷിന്റെ സ്റ്റാറ്റസ് ആണ്. കാരണം എന്താണ്? ബിക്കോസ് ദേ ഷെയർ ദ കോമൺ ഹാബിറ്റാറ്റ്. അവർ താമസിക്കുന്നത് ഒരേ ഹാബിറ്റാറ്റിലാണ്, വെള്ളത്തിലാണ് രണ്ടുപേരും ജീവിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ ജീവിക്കാൻ എന്തൊക്കെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആണോ വേണ്ടത് അത് അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ എന്താ, അവർ രൂപത്തിൽ അവർ ഒരുപോലെ ഇരിക്കുന്നു, പക്ഷേ ബാക്കിയുള്ള ഇന്റേണൽ ഫിസിയോളജിയും ബാക്കിയെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ്, അപ്പോൾ അനലോഗസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ്, അതായത് ഡിഫറെൻ്റ് ആയിരിക്കും ഒറിജിൻ, പക്ഷേ കോമൺ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ദിസ് വൺ എന്താണ്, വെയിൽസിൻ്റെ ഇത് ഫ്ലിപ്പേഴ്സ് ഓർ ദ ഫിൻസ് ഓഫ് വെയിൽസ്. ഫിൻസ് നമ്മൾ സാധാരണ പറയില്ല, വെയിൽസിൻ്റെ ഒക്കെ നമ്മൾ ഫോർ ലിംബ് എന്നാണ് പറയുന്നത്. ആ ഫോർ ലിംബ് എന്തിനാ വേണ്ടി യൂസ് ചെയ്യണം? സ്വിമ്മിങ്ങിനാണ് യൂസ് ചെയ്യണേ. നമ്മുടെ പോലെ ഫോർ ലിംബ് നടക്കാനല്ലോ, സ്വിമ്മിങ്ങിനാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഡോസൽ ഫിൻസ് ഉണ്ട്, ഫിന്നുകളുണ്ട്. ആരുടെ? ഷാർക്കിൻ്റെ. കാഴ്ചയ്ക്ക് ഇത് രണ്ടുപോലും ഒരുപോലെ ഇരിക്കും, പക്ഷേ ഒന്നൊരു ഫോർ ലിംബാണ്, മറ്റത് എന്താണ്? സ്കെയിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, എക്സ്റ്റേണൽ സ്കെയിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ്. പക്ഷെ രണ്ടും എന്തിനു വേണ്ടി അവർ യൂസ് ചെയ്യണേ? സ്വിമ്മിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താ, കാഴ്ചയ്ക്ക് നമ്മൾക്ക് ഒരുപോലെ തോന്നും, പക്ഷേ ഇന്റേണലി അവർ ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ അനാറ്റമി ഡിഫറെൻ്റ് ആയിരിക്കും. സോ സച്ച് ഓർഗൻസ് ആർ സെഡ് ടു ബി അനലോഗസ് ഓർഗൻസ് വിച്ച് ലീഡ് ടു കൺവെർജന്റ് എവല്യൂഷൻ. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? ഡൈവർജന്റ് എവല്യൂഷൻ. ഹോമലോഗസ് ഓർഗൻസ് ലീഡ്സ് ടു ഡൈവർജന്റ് എവല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് പല സ്ഥലത്ത് പോയി താമസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ വരണം, അല്ലേ? നമ്മുടെ പർപ്പസ് ഡിഫറെൻ്റ് ആയി. അപ്പോൾ ഒരു അക്വാട്ടിക് ലൈഫിൽ താമസിക്കാൻ പോകുന്ന ഹ്യൂമൻ ബീയിങ്സിന് ഒരിക്കലും ഇതുപോലെ തന്നെ പരന്നിട്ടുള്ള 5 ഡിജിറ്റ് ഫിംഗേഴ്സിൻ്റെ ആവശ്യമില്ല. അവർക്ക് കൂടുതൽ എന്താ വേണ്ടത്? ഇതെല്ലാം കവർ ചെയ്തും കൊണ്ടുള്ള ഒരു പാഡഡ് സ്ട്രക്ചറാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ ഭാവിയിൽ അത് ഡെവലപ്പ് ചെയ്യും അവർക്ക്. അപ്പോൾ ആൻസെസ്ട്രൽ ഫോമിന് എന്താണ്? ദ ഫോർ ലിംസ് വിൽ ബി ലൈക്ക് ദിസ്. പക്ഷേ പിന്നീട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഫോർ ലിംസിന് വ്യത്യാസം ഉണ്ടാവും. എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്? ബിക്കോസ് ദേ ലീവ് ഇൻ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്, ദേ ലീവ് ഇൻ എ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തോട്ടും പോകുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വരുന്ന ഡൈവേഴ്സിഫിക്കേഷൻ, ഡിഫറൻസ്. മനസ്സിലായോ? അതാണ് ഡിഫറൻസ്, അതാണ് ഡൈവർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരേ ഗ്രൂപ്പിനെ തന്നെ നമ്മൾ പല രീതിയിൽ അല്ലെങ്കിൽ പല രൂപത്തിൽ കാണുന്നു. അതിന് എക്സാമ്പിളാണ് മാമൽസ്, അല്ലേ? മാമൽസ് ഇപ്പോൾ കാറ്റ് മാമലാണ്, ഹ്യൂമൻ ബീങ്സ് മാമലാണ്, വെയിൽ മാമലാണ്, അതുപോലെ തന്നെ ബാറ്റ് മാമലാണ്. ഇത് രണ്ടും നാല് തരല്ലേ ഇരിക്കണേ, ശരിയല്ലേ? ഇത് ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വവ്വാല്, അല്ലേ? ഇപ്പോൾ വവ്വാലിനെ പോലെയുള്ള തിമിംഗലം പോലെയല്ല ടൈഗർ പോലെയല്ല ഹ്യൂമൻ ബീയിങ്, പക്ഷെ നമ്മളെല്ലാവരും മാമൽസ് ആണ്. സോ ദിസ് ഇസ് കോൾഡ് ആസ് ഡൈവേഴ്സിഫിക്കേഷൻ. ദിസ് ഇസ് ഡൈവർജന്റ് എവല്യൂഷൻ. ഗോട്ട് ഇറ്റ്? ബിക്കോസ് വി ലീവ് ഇൻ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്സ്. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ആൻസർ? അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ റിസൾട്ട് ഓഫ് വാട്ട്? കൺവെർജന്റ് എവല്യൂഷൻ. ഓക്കെ, ഇനി അടുത്തത് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ഇത് നമ്മുടെ ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പറ്റിയിട്ടുള്ള ഡാറ്റയാണ്. ഡോഡോ പക്ഷി എവിടെയുള്ളത്? ഡോഡോ ഓഫ് മൗറിഷ്യസ്, ദെൻ കൊഗ ഓഫ് ആഫ്രിക്ക, തൈലാസിൻ ഓഫ് ഓസ്ട്രേലിയ ആൻഡ് സ്റ്റെല്ലർ സീക്ക ഓഫ് റഷ്യ. ഓക്കെ, ഇത് എക്സാക്ട്ലി ടെക്സ്റ്റ് ബുക്കിലുള്ള ഡാറ്റയാണ്. സോ A3 then B1, A3 B1. Okay, we'll get the answer like this. So this will be the answer. Okay, right. ഇതിൽ
ഇതാണ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ, അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ റിസൾട്ട് ഓഫ്, വീണ്ടും നമ്മളത് ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓൺ ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് എഫക്ട് ഹാർഡി-വീൻബെർ ഇക്വിലിബ്രിയം? എഫക്ട് ചെയ്യാത്തത് ഏതാണ്? പിന്നെയും കണ്ടോ, നേരത്തെ ക്വസ്റ്റ്യൻ അല്ല ഇത്, പക്ഷേ ഓപ്ഷൻസ് ഡിഫറെൻ്റ് ആണ്. നാച്ചുറൽ സെലക്ഷൻ വിൽ എഫക്ട്, genetic drift will affect, gene migration will affect. What is not affecting? Gene pool is not affecting. Okay, right. അപ്പോൾ ഞാൻ നേരത്തെ ആ ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് ഞാൻ എഴുതിയല്ലോ, അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ which of the following primates was more like an ape? ഏപ്പിനെ പോലെയുള്ളത് ആരായിരുന്നു? അപ്പോൾ മോർ മാൻ ലൈക്ക് ആൻഡ് ഏപ്പ് ലൈക്ക് ആയിട്ട് നമ്മുടെ ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡ്രയോപെത്തിക്കസ് ആൻഡ് രാമപെത്തിക്കസ്. അതിൽ തന്നെ മോർ മാൻ ലൈക്ക് വാസ് രാമപെത്തിക്കസ് ആൻഡ് മോർ ഏപ്പ് ലൈക്ക് വാസ് ഡ്രയോപെത്തിക്കസ്. ഓക്കെ, ഡ്രയോപെത്തിക്കസ്. ദിസ് ഇസ് ഓൾ കമ്മിങ് അണ്ടർ എവിടെയാണ് നമ്മളുടെ ഹ്യൂമൻ എവല്യൂഷൻ്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ എവല്യൂഷൻ നമ്മൾ എങ്ങനെ പഠിക്കണം? അതിൽ കൊടുത്തിട്ടുള്ള കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ആൻസിസ്റ്റേഴ്സിന് കുറേ ടെക്നിക്കൽ ടേംസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഡ്രയോപെത്തിക്കസ്, രാമപെത്തിക്കസ്, ആസ്ട്രലോപെത്തീഷ്യൻസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതൽ മെൻ, ഹോമോ സാപ്പിയൻസ്. ഈ പറയുന്ന ഇത്രയേ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്. പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ഇനി ഇഷ്ടംപോലെ പേരുകളുണ്ട്, നമ്മളതൊന്നും പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കാറ്റഗറി ഓഫ് ആൻസിസ്റ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്, എന്താണ് പറയുക, ദോസ് ഹു എയ്റ്റ് മീറ്റ്, മാംസബുക്കുകളായിട്ടുള്ള കാർണിവോറസ് ആയിട്ട് അല്ലെങ്കിൽ ഓംനിവോറസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതായിരുന്നു. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ലൈഫ്, അതായത് മരിച്ചവരെല്ലാം ബറി ചെയ്ത് അങ്ങനെയുള്ള കുറച്ചും കൂടെ സോഷ്യൽ ലൈഫ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ആരായിരുന്നു. അതുപോലെ തന്നെ പിന്നെന്താണ്, ഹണ്ട് ചെയ്തിട്ട് ഫുഡ് എടുത്തിരുന്ന ആൾക്കാരായിരുന്നു. അഗ്രികൾച്ചർ ഏത് കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. അപ്പം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ആ ഒരു ലാസ്റ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫൈനലി മാച്ച് ദ ഫോളോയിങ്. ഇത് അഗൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. എന്താണ് കൊടുത്തിട്ടുള്ളത്? പ്ലാസന്റൽ മാമൽസിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു. കൗണ്ടർ പാർട്ടായിട്ട് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, കമ്പയർ ചെയ്യുമ്പോൾ ഒരേപോലെ തോന്നുന്നു. ആരെയൊക്കെ ഒരുപോലെ തോന്നുന്നു? ഫ്ലൈയിങ് സ്ക്വിറൽ ഈസ് സിമിലർ ടു ഫ്ലൈയിങ് ഫലഞ്ചർ. ഓക്കെ, രണ്ട് ഏകദേശം ഒരേപോലെ തോന്നുകയാണ്. പക്ഷെ ഒന്ന് മാർസൂപ്പിയലാണ്, മറ്റത് പ്ലാസന്റൽ മാമലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ഇവര് ഈ രണ്ട് കൂട്ടരും ഏത് ടൈപ്പ് എവല്യൂഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക? ഈസ് ഇറ്റ് ഡൈവർജന്റ് എവല്യൂഷൻ ഓർ കൺവെർജന്റ് എവല്യൂഷൻ? ഇവർ രണ്ടുപേരും കാഴ്ചയ്ക്ക് ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞു. സോ ദേ വിൽ ബി എക്സിബിറ്റിംഗ് കൺവെർജന്റ് എവല്യൂഷൻ. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ താഴോട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, ഇവരെല്ലാവരും ആരാണ്? പ്ലാസന്റൽ മാമൽസ് ആണ്. പക്ഷെ ആർക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ എന്താ, ഒരേ ആൻസിസ്റ്ററിൽ നിന്ന് പല ഗ്രൂപ്പായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഒന്നില്ലെങ്കിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നു. അത് തന്നെയാണ് എന്ത്? ഡൈവർജന്റ് എവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൺവെർജന്റ് എവല്യൂഷനും വെർട്ടിക്കലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ either we can call it as adaptive radiation or divergent evolution. ഓക്കെ, ഇനി ബാക്കി എന്തൊക്കെയാണ്? ടാസ്മാനിയൻ ടൈഗർ കാറ്റ്, ഓക്കെ, ദാറ്റ് ഈസ് ബോബ് കാറ്റ്. ദെൻ ലെമർ, സ്പോട്ടഡ് കസ്കസ് ആൻഡ് ആൻറ്റീറ്റർ ഈസ് നംബാട്ട്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഏതെങ്കിലും ഒരു കാറ്റഗറി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ അധികം ബന്ധമില്ലാത്ത ചില പേരുകൾ, അതാണ് സാധാരണ എക്സാമിനേഷൻ അവർ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫ്ലൈയിങ് സ്ക്വിറൽ ആൻഡ് ഫ്ലൈയിങ് ഫാലഞ്ചർ, നമുക്കിപ്പോൾ ഈവൻ ഒരു പ്രാവശ്യം വായിച്ച ഒരു കുട്ടിയാണെങ്കിലും കൂടെ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ലെമർ ആൻഡ് സ്പോട്ടഡ് കസ്കസ് ഇവർ യാതൊരു ബന്ധമില്ലാത്ത കുറച്ച് ടേംസ് ആണ്, ഒരു പേരുകളാണ്. അപ്പോൾ അവർ നമ്മൾക്ക് ഏതാണ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽ എന്നോ ഏതാണ് പ്ലാസന്റൽ മാമൽ എന്നോ പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ ശ്രദ്ധിച്ച് പഠിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? A2 then B4 വന്നിട്ടുള്ളത്, A2 B4. സോ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഓരോ ടൈപ്പുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്ന് തന്നെ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി ഫർദർ നമ്മൾ വരുന്ന വീഡിയോസിലെല്ലാം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഡിസ്കഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഫോർ ദ ടൈം ബീയിങ്, താങ്ക് യു.